എല്ലാ കൂട്ടുകാർക്കും കല്ലു ജാനകി വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി തെങ്ങിൻ കൂമ്പ് കുറുക്കാണ്. അതിന് തെങ്ങിൻ കൂമ്പ്, പച്ചരി, കരിപ്പെട്ടി, പിന്നെ തേങ്ങ വേണം. തേങ്ങ നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയാണ്. 1-ാം പാലും 2-ാം പാലും എടുക്കണം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പുറകെ കാണിക്കാം. കൂമ്പ് അത് അരച്ച് വെച്ചിട്ടുണ്ട്. കരിപ്പെട്ടി അത് പാനിയാക്കിയത്, തേങ്ങാപ്പാൽ 1ഉം 2ഉം തേങ്ങാപ്പാൽ, നെയ്യ്, ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറിയ ജീരകം വേണം കേട്ടോ, അതെടുത്തില്ല, അതെടുക്കാൻ വിട്ടുപോയി. നമ്മുടെ കരിപ്പൊട്ടിയും തെങ്ങിൻ കൂമ്പും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒന്നിച്ച് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. പാനിയാക്കിയ കരിപ്പൊട്ടി അതിലേക്ക് ഒഴിച്ചു, അതിനെ മിക്സ് ചെയ്തു. അതിനുശേഷം ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ 2-ാം പാൽ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. നല്ലതുപോലെ കുറുക്കിയെടുക്കണം. നല്ല രീതിയിൽ കുറുക്കി ഇളക്കിയിരിക്കണം. നമ്മുടെ കയ്യിൽ ഇളക്കുന്ന ആ ഒരു ഇതിരിക്കുകയാണ് അതിൻ്റെ ആ ടേസ്റ്റ് മാറുന്നത്. നല്ലതുപോലെ അടുക്കി പിടിക്കാതെ ഇളക്കിയെടുക്കണം. കുറുകി വരുന്നുണ്ട്, കണ്ടില്ലേ? നല്ല കുറുകി നല്ല അലുവാപുരത്തിലാക്കണം. എന്നിട്ട് നമ്മൾ ആ ജീരകം പൊടിച്ചത് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചതിന് നമ്മൾ ചെയ്തില്ലായിരുന്നു. ഫസ്റ്റ് തേങ്ങാപ്പാൽ, 1-ാം പാൽ അതിലൊക്കെ അവസാനം ചേർത്തിരിക്കുകയാണ് തേങ്ങാപ്പാൽ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഏലക്ക പൊടിച്ചതിട്ടു. നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം. ഏലക്കായും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത നെയ്യ് അതിലേക്ക് ഒഴിക്കുകയാണ്. എൻ്റെ അമ്മയാണ് തയ്യാറാക്കുന്നത് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മയാണിത് റെസിപ്പി തയ്യാറാക്കുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. നെയ്യ് നല്ലതുപോലെ അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇളക്കിയെടുത്ത് കുറുക്ക് റെഡിയായി, കണ്ടില്ലേ? നല്ല കട്ടിയാവും. ഇളക്കി നല്ലോണം കട്ടിയാവും. നല്ല അലുവ പരുവത്തിലാവും. കണ്ടോ, കുറുക്കിയെടുക്കണം. കുറുകി വന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എൻ്റെ ചാനലിലേക്ക്. ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയാണ്. സാധാരണ ഒരു വീട്ടമ്മയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് സബ്സ്ക്രൈബിലൂടെയും ഷെയറിലൂടെയും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുറുക്ക് റെഡിയായി. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് അലുവ രൂപത്തിൽ കട്ട് ചെയ്ത് പീസ് ചെയ്ത് തരും.